ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. മാഷാ അല്ലാ, കണ്ടില്ലേ ആകാശം എന്ത് ഭംഗിയാണ് കാണാനില്ലേ. നമ്മളുടെ നാട്ടിൽ മഴ തിമിർത്ത് പെയ്യാണെന്ന് പറഞ്ഞു. ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അത്ര വെയിലാണ്. ഈ ഫ്ലാറ്റുകളൊക്കെ കണ്ടില്ലേ. ഇന്ന് നോമ്പായതുകൊണ്ട് കാര്യമായിട്ട് പണിയൊന്നുമില്ല. അല്ലെങ്കിലും ഇപ്പോൾ ഇവിടെ എന്താ പണി, റൂമിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇറക്കി വെച്ചിട്ടാട്ടോ നിസ്കരിക്കൽ. മുസല്ലൊന്നും കൊണ്ടുവന്നില്ല. എന്തായാലും ഇവിടെ മഗ്‌രിബ് എന്ന് വെച്ചാൽ 7:30 മണി കേട്ടോ. സുബഹി 4:02, മഗ്‌രിബ് 7:30 മണി. അങ്ങനെ നോമ്പ് തുറക്ക് എന്താ പ്ലെയിൻ ദോശ, ചട്നി, അതിൻ്റെ ഇടയിൽ ഒരു ആപ്പിൾ മുറിച്ച് കഴിച്ചു, പിന്നെ മാങ്ങ ചെത്തി തിന്നു. പിന്നെ കുറച്ച് താഴത്തേക്ക് പോയിട്ട് എന്താ ഇപ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ദൂത് നെഹി എന്ന് പറഞ്ഞിട്ട് റൂം പോയി കട്ടൻ ചായ ഉണ്ട്. കട്ടൻ ചായ കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം എനിക്കെന്നറിയോ. കട്ടൻ കുടിച്ച കാലം മറന്നിടൂ. പിന്നെ ഞാൻ എൻ്റെ കൊറിയൻ സ്പൈസിൽ നിന്ന് ഈ 2 ചിപ്സേ കഴിക്കുള്ളൂ. ഏത് കടയിലും. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ലേസ് കിട്ടിയിട്ടില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഇത്. അപ്പോഴേക്കിനും ആളെത്തി. എന്താ, നമ്മുടെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു തട്ടുകട ഉണ്ട്. ആ തട്ടുകടയിൽ നിന്ന് പുഴുങ്ങിയ മുട്ട, പിന്നെ അപ്പുറത്തുനിന്ന് മോമോസ്, പിന്നെ ഒരു ഫ്രഷ് ജ്യൂസിൻ്റെ കട ഉണ്ട്, അവിടുന്ന് മാംഗോ ഷേക്ക്, ഇതൊക്കെ കൊണ്ടുവന്നു കേട്ടോ. നോമ്പായതുകൊണ്ടാണ് കേട്ടോ കൊണ്ടുവന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ വെറും ചപ്പാത്തിയും ദാലുമാണ്. പിന്നെ സത്യം പറയാലോ, ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് ഇവിടുത്തെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലേ. ഒരു ഫുഡിന് ഒന്നിനോടും ഒരു ടേസ്റ്റ് തോന്നുന്നില്ല, അതാണ് സംഭവം. ഇനിയിപ്പോൾ ഇതെന്താ സംഗതി എന്നറിയില്ല, ടേസ്റ്റ് എങ്ങനെയെന്ന്. ഇതിൻ്റെ ചട്നിയൊക്കെ ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞു മോമോസ് കേട്ടോ, ആവിയിൽ പുഴുങ്ങിയത്. ഇനിയിപ്പോൾ ടേസ്റ്റ് എങ്ങനെയെന്ന് നോക്കാം. ഇതിൻ്റെ പടച്ചോനെ ഒന്നും പറയണ്ട, ഒരു രസമില്ല, ഒരു ടേസ്റ്റും ഇല്ല. മുട്ടയെങ്കിലും നമ്മളെ നാട്ടിലത്തെ മുട്ടയാൽ മതിയായിരുന്നു. ഇതും എന്താണെന്നറിയോ, ഉള്ളിൽ യെല്ലോ കളറാണെങ്കിൽ ഇവിടെ കണ്ട ബ്ലാക്കാണ്, പക്ഷേ രസമുണ്ട് നമ്മളെ. പിന്നെ എന്താ പറയുക, ഇവർ പോയിട്ടുണ്ട്. പിന്നെ ഈ KFC കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കൂട്ടുകാർ വാങ്ങിച്ചു കൊടുത്താൽ അത്രേ. പിന്നെ അവരുടെ ചിലവാണായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ജ്യൂസ് തുറന്നപ്പോൾ ഐസ്ക്രീമൊക്കെ അലിഞ്ഞു പോയിക്കണു. ട്യൂട്ടി ഫ്രൂട്ടിയും അതിൻ്റെ മേലുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിലേക്ക് പെട്ടുപോയി. എന്തായാലും ശരി. പിന്നെ KFC നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് മയോണൈസിൽ മുക്കി കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്, മുക്കാതെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ KFC കിട്ടണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകണം. അത് കൂട്ടുകാർ കൊടുത്തോണ്ട് ഞങ്ങൾക്കും കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ബുഷ് കിടക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ശരി, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു, നാളെ കാണാം.